ഹായ് കൂട്ടുകാരെ, അടീനിയ ഹബ്ബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടീനിയത്തിൻ്റെ പൂമൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നതിന് എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കാം. ഇത് ഞാനൊരു കമ്പ് മുറിച്ച് നട്ട അടീനിയാണ്. എല്ലാവരും പറയും കമ്പ് നട്ട കോഡക്സ് വലുതാവില്ല എന്ന്. ഞാനിത് കമ്പ് നട്ടിട്ടൊരു 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല കോഡക്സ് വന്നിട്ടുണ്ട്. ഞാനിന്ന് അടീനിയത്തിന് കൊടുക്കാൻ പോകുന്നത് നല്ലൊരു വളവും നല്ലൊരു മരുന്നുമാണ്. പൂമൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നതിന് ഏറ്റവും നല്ല ഒരു മരുന്നാണിത്. ഞാൻ നേരത്തെ ഇതുപോലെ എൻ്റെ കുറേ ചെടികൾ പൂമൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിന് ഈ മരുന്ന് കൊടുത്തപ്പോൾ നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് എന്ത് വളമാണെന്ന് നോക്കാം. ഈ വളം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത വളമാണ്. എങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇത് ഫിഷോമിൻ ആസിഡാണ്. ഈ വളമാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ 1/2 കിലോ മത്തി, 1/2 കിലോ ശർക്കര. മത്തിയുടെ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, തലയും മുറിച്ച ഭാഗങ്ങളും ആയാലും കുഴപ്പമില്ല. ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം 1 കിലോ ശർക്കര ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്തിട്ട് കുറച്ച് മത്തി വാരിയിട്ട് അതിന് ശേഷം കുറച്ച് ശർക്കരയിട്ട് പിന്നെ കുറച്ച് മത്തിയിട്ട് അങ്ങനെ ലെയറായിട്ട് ഒന്ന് കുലുക്കി അടച്ചു വയ്ക്കണം. 2 മാസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത്. 2 മാസം ആയപ്പോഴത്തേക്കും 3/4 ഭാഗവും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ അരിഞ്ഞു ചേരാൻ 3 മാസം എടുക്കും. ഇതുപോലെ ഞാൻ വേറൊരു കുപ്പിയിലും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 മാസമേ ആയുള്ളൂ ഉണ്ടാക്കിയിട്ട്. ഇത് ഇടയ്ക്ക് ഒന്ന് കുലുക്കി വെച്ച് കൊടുത്താൽ മതി. 3 മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ അലിഞ്ഞ് ഫിഷോമിൻ ആസിഡായി ഇരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 20 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 20 മില്ലി ഫിഷോമിൻ ആസിഡാണ് ഒഴിക്കുന്നത്. ഇത് 5 മില്ലിയുടെ ഡ്രോപ്പാണ്. ഇതിൽ 4 പ്രാവശ്യം നിറച്ചൊഴിച്ച് എടുക്കണം. അളവ് കൂടിപ്പോവാൻ പാടില്ല. ഇതൊരു ആസിഡാണ്. കുറഞ്ഞു പോയാലും കൂടിപ്പോകരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒലിച്ച് മൂട്ടിൽ പോകത്തക്ക രീതിയിൽ ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഇലയിലും തണ്ടിലും മുട്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് വളർച്ചയ്ക്കും പൂക്കാനും ഇതിൽ വരുന്ന കീടാണുശല്യത്തിനും എല്ലാം നല്ലൊരു വളവും ഒരു മരുന്നും കൂടിയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണേ. ഇതെല്ലാം എൻ്റെ നാടൻ അടീനിയങ്ങളാണ്. ഇതൊക്കെ 6-7 വർഷം പ്രായമുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കോഡക്സ് കണ്ടോ എത്ര നല്ല വലിപ്പമുണ്ടെന്ന്. ഞാനിത് വർഷം തോറും റീപോർട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമായത്. ഇപ്പോൾ എൻ്റെ അടീനിയത്തിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വളങ്ങൾ കൊടുത്താൽ മതി. ഇത് ഞാനൊരു കുപ്പി മുറിച്ച് അതിൽ ഒരു കമ്പ് നട്ടുപിടിപ്പിച്ചതാണ്. അത് നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ടത്. ഇത് നല്ല ഒരു ഹൈബ്രിഡ് ഇനമാണ്, നാടനല്ല. ഞാനിത് വാങ്ങിച്ച ഒരു ഇതാണ്. വലിയ പൂക്കളാണിത്. ഇത് ഞാനൊരു വിത്ത് വാങ്ങി പൊടിപ്പിച്ച ഒരു തൈയാണ്. അത് ഞാൻ കുപ്പിയിലാണ് നട്ടത്. 1 വർഷം കഴിഞ്ഞ് അതിലും പൂക്കളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരാം. ഓക്കേ, ടാറ്റാ.